എന്തിനാണ് ട്രംപ് വെനിസുല കീഴടക്കിയത്? ശരിക്കും ഇത് ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്, അതോ എപ്സ്റ്റൈൻ ഫയലിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ട്രംപിന്റെ തന്ത്രമാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വെനിസുലയിലെ പ്രസിഡന്റ് ആകാം മഡൂരോ ഒരു ഡ്രഗ് കാർട്ടലിന്റെ കിങ് പിൻ ആയിരുന്നു. എന്നാലും എങ്ങനെയായിരിക്കും ഒരു ഡ്രഗ് കാർട്ടലിന്റെ കിങ് പിൻ വെനിസുലയിലെ പ്രസിഡന്റ് ആയിരുന്നു? ശരിക്കും മഡൂരോ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ വിലക്ക് മേടിച്ചിരിക്കുകയായിരുന്നു. അവിടെ അയാളെക്കാളും വോട്ട് കിട്ടിയവരെ കുറഞ്ഞ വോട്ട് കിട്ടിയ രീതിയിൽ കാണിക്കുകയും അയാൾക്ക് ഭൂരിപക്ഷ വോട്ട് കിട്ടിയ രീതിയിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് US ആർമി വെനിസുല കീഴടക്കിയപ്പോൾ വെനിസുലയിലെ പ്രസിഡന്റായ മഡൂരോയെ അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കൂടാതെ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ലെവലിലായിരിക്കുകയാണ്. വെനിസുലയിലെ സ്റ്റോക്ക് മാർക്കറ്റ് അവരുടെ രാജ്യം US കീഴടക്കിയപ്പോൾ മേളിലോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡ്രഗ് കാർട്ടൽ കിങ് പിൻ വെനിസുല ഭരിച്ചത് കൊണ്ട് മാത്രമായിരിക്കത്തില്ല US വെനിസുല കീഴടക്കിയത്. മെയിനായിട്ടും വെനിസുലയെ നമ്മൾ നോക്കുമ്പോൾ വെനിസുല ഹൈ ഓയിൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിലിന് വേണ്ടിയായിരിക്കും US വെനിസുലേനെ ഇൻവേഡ് ചെയ്തത്.